ഇന്നും അതിമനോഹരമായ പ്രഭാതം കണ്ട് തുടരാം. നല്ല മഴ പെയ്തതുകൊണ്ട് ഇന്ന് കുറച്ചൊരു മഞ്ഞൊക്കെ മൂടിയിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേ പോയിട്ട് രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായി. ഇതവിടെ മുറ്റടിച്ചു വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഒരു ഹായ് പറഞ്ഞോളാം. ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് അലിമോനെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് പോയില്ല, മാറ്റിച്ചതാ. ജാസ്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഒന്നിച്ച് പോയിട്ടോ. അപ്പം വേറെ എന്തൊക്കെ റയ്യാന വേഗം എണീച്ചിട്ടുണ്ട്. റയ്യാന സ്കൂളിൽ ചേർത്താൻ LKG UKG ചേർത്താൻ പോകണം. അലിമോന 1ാം ക്ലാസ്സിലേക്ക് ചേർത്തണം. അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ദേഷ്യത്തിലാണ് റയ്യാൻ എണീച്ച് കേട്ടോ. ബൂസ്റ്റിൻ്റെ പാക്ക് എടുത്തിട്ട് അത് അതേപോലെ വേണമെന്നും പറഞ്ഞു. എങ്ങനെ കൊടുക്കുക? ഞാൻ ഒന്ന് പോയിട്ട് റെഡിയാക്കട്ടെ കേട്ടോ. ദേഷ്യക്കാരൻ ഗോപാലൻ വടിയും കുത്തി നടക്കുമ്പോൾ ആരാ കണ്ടോ? വാവനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി വാവേ? എന്നെ കാണാൻ അനിയത്തിൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. അലിമോന് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അലിമോനെ കിറ്റും ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി. ഇനി ഏകദേശം ഓനൊന്ന് പോവണം. ഓൻ്റെ കിറ്റ് എടുത്ത് വെച്ച് അതേപോലെ ബാഗൊക്കെ എടുത്ത് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഓനൊന്ന് പറഞ്ഞേക്കണം. പിന്നെ ഓല് വരുമ്പോഴേക്ക് കുളിക്കണം. നമുക്ക് കിച്ചണിലേക്കൊന്ന് പോയേക്കാം. കിച്ചൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാലോ. എത്തിയപ്പം കിച്ചൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ചിക്കൻ കറി വെക്കുന്നുണ്ട്. പിന്നെ ഓല് വരുന്നല്ലെങ്കിലും ഞങ്ങൾ പൊതുവെ ചിക്കൻ കറി വെക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഓല് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നീട്ടി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ രാവിലെ പുട്ടായിരുന്നു. പിന്നെ ആകെ അലങ്കോലാക്കി എടുക്കേണ്ട ഉമ്മ ഈ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കായതുകൊണ്ടാണ്. പിന്നെ വെള്ളപ്പം ചൂടാൻ വെള്ളപ്പത്തിൻ്റെ മാവുണ്ട്. പിന്നെ ഈ മമ്മി ഇതവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പപ്പ ചിക്കൻ കട ആയതുകൊണ്ട് പാർട്സ് കുറേ കൊണ്ടുവരും. അത് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ മോനെ പറഞ്ഞേക്കാനായി. ഞാൻ പോണോ? അറിയാൻ്റെതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അലിമോനെ ഞാൻ എല്ലാം ഒന്ന് അങ്ങോട്ട് ഇറക്കി കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. സ്കൂളിൽ കൊണ്ടാക്കട്ടെ. റയ്യാനെയും കൊണ്ട് പോകുന്ന റിസ്ക് ഗേസ്. പതിക്കലെത്തുമ്പോൾ പറയും നെരുങ്ങണം എങ്ങനെയോ പോവുക. ഏതായാലും പോയിട്ട് വരും. എൻ്റെ മോനെ സ്കൂളിൽ ചേർത്താൻ പോവാണ്. നെരുങ്ങുന്ന സ്കൂളിൽ പോവാണ്. ഞങ്ങൾ നെരുങ്ങുന്ന സ്കൂളിൽ പോവാണ്. എവിടെ കാണില്ല. കൊലായിൽ എന്നാലേ കാണുവാ. വാ നെങ്ങണക്കുള്ളിൽ ഒരു രണ്ടാളും സ്കൂളിൽ പോവാട്ടോ. സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി. പക്ഷെ ഇന്നെന്തോ ഒരു മൂടാകെ മാറി കിടക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കര ഒരു കച്ചറയും ബിറാസൊക്കെ. അതാ രണ്ടാളും പോകുന്ന. മാഷാ അല്ലാഹ്, സംഭവം ചേർത്താനായോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. 4 വയസ്സായി. അപ്പം എൻ്റെ ഉമ്മ ഞാനും അത് സ്കൂളിലാണ് പഠിച്ചത്. ഉമ്മയും അത് സ്കൂളിൽ പഠിച്ച്, ഞാനും അത് സ്കൂളിൽ തന്നെ പഠിച്ച്, അലിമോനും അത് സ്കൂളിൽ പഠിച്ച്, ഇനി റയ്യാനും അത് സ്കൂളിൽ തന്നെ ആട്ടോ പഠിക്കാൻ പോകുന്നത്. തലമുറകളായിട്ട് ഒരേ സ്കൂളിൽ തന്നെ പഠിക്കാം. പിന്നെ അന്ന് എന്നെ പഠിപ്പിച്ച കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അതൊരു ഭാഗ്യം. അങ്ങനെ വല്ലതാലും പോയി വരട്ടെ. ഹലോ, രാവിലത്തെ കോലവും ഇപ്പോഴത്തെ കോലവും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? നല്ല സീരിയസായിട്ട് സംസാരിക്കുമ്പോൾ വരെ വേദന ആകുന്നുണ്ട് ഇവിടെ.
ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തന്നെ പറഞ്ഞു അടിഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ പരിപാടിക്കില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് ആ റെസ്റ്റ് ഓവറായാൽ ഒരു ഇതാണല്ലോ. അതേപോലെ റെസ്റ്റ് എടുക്കാൻ കഴിയാണ്ട് അങ്ങനെ അതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വേദന ഫുഡ് ഞാൻ തന്നെ സഹിച്ചുകൊണ്ടു. അപ്പോൾ ഇതാ നല്ല കെടുത്തം തന്നെ ഉച്ചയ്ക്ക് ശേഷം. ഇപ്പോഴും എണീക്കാൻ കഴിയുന്നില്ല. വന്നേ നല്ല അടിപൊളി നല്ല മഴയും ഇടിയും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാമല്ലോ വിചാരിച്ച് വന്നത്. സിറ്റ് ഔട്ടിൽ വന്നിരിക്കാം. പക്ഷെ എല്ലാണ്ട് സൗണ്ട് എടുത്ത് സംസാരിക്കും. മക്കളോടൊക്കെ അങ്ങനെ സൗണ്ട് എടുക്കുക ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അറിയില്ല. ഹോസ്പിറ്റലിൽ സംസാരിച്ചോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓവറായിട്ട് സംസാരിക്കാൻ പാടുണ്ടാവില്ല എന്താ അറിയില്ല. അടുത്ത ശനിയാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. അവർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. നല്ല വേദന ഈ ഭാഗം മൊത്തം നല്ല വേദന. എന്ത് ചെയ്യാ അടങ്ങിക്കണ്ടല്ലേ. അപ്പോൾ ഞാൻ കാറ്റടിക്കണൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. മഴ ചെറുതായിട്ട് തുള്ളിട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടി അവിടെ ഇവിടെ ആയിട്ട് ഇടി വെട്ടുന്നുണ്ട്. എല്ലാം ഉണ്ട്. ആ കാറ്റാണ് ഗസ്, കാറ്റ്.